ഹാൾ മാസ്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റിഫ്ലക്ഷനും റിഫ്രാക്ഷൻ എന്താണെന്ന് നോക്കി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിഫ്രാക്ഷൻ എന്താണ്, ഡിസ്പേർഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ നോക്കി പോവാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഡിസ്പേർഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഡിസ്പേർഷൻ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഓർക്കുന്നത് ഒരു പ്രിസത്തിലൂടെ റെയിൻബോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഡിസ്പേർഷൻ എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവും. ലൈറ്റ് എന്ത് ചെയ്യാണ്, അതിൻ്റെ എല്ലാ കളറും, അതിൽ അടങ്ങിയിട്ടുള്ള എല്ലാ കളറും അതുപോലത്തേക്ക് വരികയാണ്. ഇതെങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ലൈറ്റ് എന്ത് ചെയ്യാണ്, പ്രിസത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ലൈറ്റ് പ്രിസത്തിലേക്ക് കടക്കുമ്പോൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, നമുക്കറിയാം ഡിഫറെൻറ്റ് മീഡിയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലൈറ്റിന് ബെൻഡിങ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടുള്ള ലൈറ്റ് ഒന്ന് ബെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ബെൻഡിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് ലൈറ്റ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുകയാണെന്നാണ്. ഓക്കെ, പിന്നീട് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഒരു പ്രിസത്തിനുള്ളിൽ വെച്ചിട്ട് ഈ ഒരു ലൈറ്റിന് റിഫ്രാക്റ്റ് സംഭവിക്കുകയാണ്. അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ആംഗിൾസിൽ ഈ ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിലുള്ള ഈ ഒരു കളേഴ്സ് ഡിഫറെൻറ്റ് ആംഗിളിലാണ് ഇവിടെ റിഫ്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ലൈറ്റിൽ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് നമുക്കറിയാം റെഡ് കളറിനാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറവ് ബെൻഡിങ് സംഭവിക്കുന്നത് ഈ റെഡ് കളറിനാണ്. വയലറ്റ് എന്നുള്ള കളറിന് ഇവിടെ കൂടുതൽ ബെൻഡിങ് സംഭവിക്കുന്നുണ്ട്. കാരണം എന്താണ്, അതിന് ലോവർ വേവ് ലെങ്ത് ആണ് ഉള്ളത്. അതുകൊണ്ടാണ് വയലറ്റ് കളറിന് അവിടെ എന്ത് സംഭവിക്കുന്നത്, ഒരു ഹയർ ആയിട്ടുള്ള ബെൻഡിങ് സംഭവിക്കുന്നത്. അത് നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ഈ ഡിസ്പേർഷൻ മറ്റ് കണ്ടീഷനിൽ സംഭവിക്കാത്തത്, എന്തുകൊണ്ട് പ്രിസത്തിൽ മാത്രം സംഭവിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പ്രിസത്തിൽ മാത്രമല്ല വാട്ടർ ഡ്രോപ്പിൽസ് മഴവിൽ കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്, ഈ ഒരു വാട്ടർ ഡ്രോപ്പിൽ സംഭവിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത് സാധാരണ ഗ്ലാസ് സ്ലാബിൽ നടക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം ചോദിക്കും. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, 2 റിഫ്രാക്റ്റിംഗ് സർഫേസ് ആണ് പ്രിസത്തിനുള്ളത്. അതെന്ത് അല്ല, പാരലൽ അല്ല. അപ്പോൾ ഫസ്റ്റ് ഈ സർഫേസിലൂടെ ഈ ഒരു ലൈറ്റ് കടന്നു പോകുമ്പോൾ പ്രകാശത്തിന് ഇവിടെ എന്താ സംഭവിക്കുന്നു, ഒരു ബെൻഡിങ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ഇനീഷ്യൽ ഡിസ്പേർഷൻ ഈ ഒരു ഫസ്റ്റ് സർഫേസിൽ ഈ ഒരു ലൈറ്റ് സംഭവിക്കുന്നുണ്ട്. ഈ ഒരു ഇനീഷ്യൽ ഡിസ്പേർഷൻ സെക്കൻഡ് സർഫേസിൽ എത്തുമ്പോഴേക്കും ആംപ്ലിഫൈ ചെയ്തിട്ട് ആണ് സെക്കൻഡ് സർഫേസിലൂടെ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു വിസിബിൾ സ്പെക്ട്രം അല്ലെങ്കിൽ വിബ്ജിയോർ നമുക്ക് ലഭിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ പ്രിസത്തിൽ ശ്രദ്ധിക്കേണ്ടത് പ്രിസത്തിന്റെ ആ ഒരു ഇന്റേണൽ സർഫേസ് ആണ്. അപ്പോൾ ഇന്റേണൽ ഫേസിലൂടെ ഈ ഒരു പ്രകാശം കടന്നു പോകുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു പ്രകാശത്തിനോട് ബെൻഡിങ് സംഭവിച്ചു. പിന്നീട് വരുന്ന ഈ ഒരു പ്രകാശം ഡിഫറെന്റ് വേവ് ലെങ്ത്തിലുള്ള ഈ ഒരു കളേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് സ്പീഡിലായിരിക്കും സെക്കൻഡ് സർഫേസിലൂടെ പുറത്തേക്ക് വരുന്നത്. അങ്ങനെയാണ് ഈ ഒരു വിബ്ജിയോറിൻ്റെ പ്രൊഡക്ഷന് കാരണം. അപ്പോൾ നമുക്ക് ഡിസ്പേർഷൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമ്മുടെ റെയിൻബോ തന്നെയാണ്, വാട്ടർ ഡ്രോപ്ലെറ്റ്സിൽ ഉണ്ടാകുന്ന റെയിൻബോ. വാട്ടർ ഡ്രോപ്പിന് ഡിസ്പേർഷനും കൂടാതെ റിഫ്ലക്ഷനും സംഭവിച്ചിട്ടാണ് ഈ ഒരു റെയിൻബോ ഉണ്ടാകുന്നത്. അടുത്തായിട്ട് നമുക്ക് ഡിഫ്രാക്ഷൻ എന്താണെന്ന് നോക്കാം. ഡിഫ്രാക്ഷനെ കുറിച്ച് പറയുമ്പോൾ പറയാനുള്ളത്, ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു വേവിന് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇത് ലൈറ്റ് ഒരു വേവ് ആണ്, അതുപോലെ തന്നെ സൗണ്ട് ഒക്കെ വേവ് ആണ്. അപ്പോൾ ഏതൊരു വേവിനും എന്ത് സംഭവിക്കുന്നുണ്ട്, ഡിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഈ ഒരു വേവിന്, ഈ ഒരു ലൈറ്റ് വേവിന് ഇവിടെ എന്ത് സംഭവിക്കുകയാണ് ചെയ്യുന്നത്, ഒരു ഡീവിയേഷൻ സംഭവിക്കുക, അല്ലെങ്കിൽ അത് സ്പ്രെഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് ഈ ഒരു സ്ട്രിറ്റിലൂടെ, അല്ലെങ്കിൽ ഈ ഒരു നാരോ ഓപ്പണിങ്ങിലൂടെ, അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസിലൂടെ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, ഈ ഒരു ഒബ്സ്റ്റക്കിൾസ് ആയിരിക്കും ഈ ഒരു വേവിന്റെ പ്രൊപ്പഗേഷൻ, സെക്കൻഡറി പ്രൊപ്പഗേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ഡിഫ്രാക്ഷന്റെ റിസൾട്ടിങ് ആയിട്ട് നമുക്ക് കുറച്ച് കളർഫുൾ പാറ്റേൺസ് നമുക്ക് ഡിഫ്രാക്ഷനിലൂടെ കിട്ടുന്നുണ്ട്.